Today, going to talk about needs and importance of health information system. Health information systems നീഡ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെയിനായിട്ട് എന്താണ് അതിൻ്റെ നീഡും എക്സ്പെക്റ്റേഷൻ. മാൻഡേറ്റ് ഓഫ് ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ടു കളക്ട്, അതായത് കമ്പൽസറി ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കളക്ട്, പ്രോസസ് ആൻഡ് അനലൈസ്, ഡിസെമിനേറ്റ് ഹെൽത്ത് ഇൻഫോർമേഷൻ ടു ദ യൂസേഴ്സ്. ആർക്കാണോ അത്, സംടൈംസ് അത് ഗവൺമെൻറ് ആവാം അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റീസ് ആവാം, അവർക്ക് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി വിഷൻ ഓഫ് ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റം, അതായത് നമ്മുടെ ലക്ഷ്യങ്ങളാണ് പറയുന്നത്. വിഷൻ, മിഷൻ എന്നൊക്കെ നമ്മൾ ഡിനോട്ട് ചെയ്യും. അതായത് വിഷൻ എന്ന് പറയുന്നത് കുറച്ച് ലാർജ് സ്കെയിലുള്ള നമ്മുടെ ഒരു ആഗ്രഹം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വിഷൻ നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്നൊക്കെ പറയാം. ബി സെൻറ്റർ ഓഫ് എക്സലൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ, അതാണ് നമ്മുടെ വിഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഇനി മിഷൻ എന്ന് പറഞ്ഞാൽ, മിഷൻ ഓഫ് ദ ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടു പ്രൊവൈഡ് ടൈംലി, റിലയബിൾ ആൻഡ് ആക്സസിബിൾ ക്വാളിറ്റി ഹെൽത്ത് ഇൻഫോർമേഷൻ, അതായത് കൃത്യമായ സമയത്ത് വിശ്വസനീയമായ രീതിയിൽ എല്ലാവർക്കും ആക്സസ് ചെയ്യുന്ന രീതിയിൽ ഹെൽത്ത് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുക. ഇനി പോളിസി ഗോൾ, ദിസ് പോളിസി സിക്സ് ടു എൻഹാൻസ് അവൈലബിലിറ്റി ഓഫ് കോംപ്രഹെൻസീവ് ക്വാളിറ്റി ഹെൽത്ത് ആൻഡ് ബൃഹത്തായ ആ ക്വാളിറ്റി ഹെൽത്തും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റയും കൃത്യമായിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. ആവശ്യമുള്ള സമയത്ത് അത് പ്രൊവൈഡ് ചെയ്യുക. എവിഡൻസ് ബേസ്ഡ് ഓൺ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനം എടുക്കാനായിട്ട്. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് ഇന്ന അസുഖം വരുന്നത്, അപ്പോൾ അവർക്ക് കൊടുക്കാവുന്ന ട്രീറ്റ്മെൻറ്റ് എന്താണ്, അങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള പ്രൊട്ടക്ഷനായിട്ടുള്ള പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസിഷൻസ് എടുക്കാനൊക്കെ ആയിട്ടാണ് ഈ ഇത് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. ഇനി പോളിസി ഒബ്ജക്റ്റീവ്, പ്രൊമോട്ട് വൺ ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റം ഇൻ കെനിയ അപ്പോൺ വിച്ച് ഓൾ ഷാൽ കമ്മിറ്റഡ് ടു, അതായത് എല്ലാറ്റിനും വേണ്ടി ഒറ്റ ഇൻഫോർമേഷൻ സിസ്റ്റം കീപ്പ് ചെയ്യുക. പ്രൊമോട്ട് യൂസ് ഓഫ് ഹെൽത്ത് ഇൻഫോർമേഷൻ ഫോർ എവിഡൻസ് ബേസ്ഡ് ഓൺ ഡിസിഷൻ മേക്കിംഗ്, പ്രൊമോട്ട് അക്കൗണ്ടബിലിറ്റി ആൻഡ് എംപവർ സിറ്റിസൺ ടു മേക്ക് ഹെൽത്തി ചോയ്സസ്, അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഹെൽത്ത് ഇൻഫോർമേഷൻ ഫോർ എവിഡൻസ് ഓഫ് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ്, ഇങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കാൻ, അതായത് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടോ, പ്രിവെൻറ്റീവായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അതിനുള്ള സിറ്റിസൺസിന്, പൗരന്മാർക്ക് അതിനുള്ള ചോയ്സ്, നമ്മൾ ഓരോ അസുഖങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സുകൾ പറയും. കൈ വാഷ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, മാസ്ക് ധരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുള്ള ഡിസിഷൻസ് എടുക്കാനൊക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. പ്രൊമോട്ട് കളക്ഷൻ ഓഫ് സഫീഷ്യൻറ്റ്, റെലവൻറ്റ്, റിലയബിൾ ആൻഡ് ക്വാളിറ്റി ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, കളക്ഷനായിട്ട് സഫീഷ്യൻ്റ് ആവശ്യമായിട്ടുള്ള എല്ലാ ഡാറ്റകളും സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് പോളിസി ഒബ്ജക്റ്റീവ്, നമ്മൾ ഈ ഇങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ, ആ നയം ഉണ്ടാക്കിയതിൻ്റെ ലക്ഷ്യങ്ങൾ ഇതൊക്കെയാണ്. പ്രൊമോട്ട് ആൻഡ് എൻകറേജ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസെമിനേഷൻ ഓഫ് ടൈംലി ഈസിലി അണ്ടർസ്റ്റുഡ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് ഇൻഫോർമേഷൻ, ആവശ്യമുള്ള സമയത്ത് കൃത്യമായ ഡാറ്റകൾ കൊടുക്കുക. ഇപ്പോൾ ഇന്ന അസുഖങ്ങൾ ഇന്ന സമയത്ത് കുട്ടികൾക്ക് വരുന്നുണ്ടെങ്കിൽ ആ ഓരോ ഏരിയയിലുള്ള കുട്ടികളുടെ എണ്ണം, അതിൽ ഗേൾസ് എത്ര, ബോയ്സ് എത്ര, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. Then enhance closer cooperation between producers and users of health related data and information, അതിന് ആവശ്യമായ ഡാറ്റകളൊക്കെ നമ്മൾ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ക്ലോസർ കോപ്പറേഷൻസ് ബിറ്റ്വീൻ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് യൂസേഴ്സ്, ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഓരോ ഹോസ്പിറ്റലുകാരും അവർക്ക് വരുന്ന ഡാറ്റകൾ കീപ്പ് ചെയ്ത് വെച്ചാൽ, അത് ഗവൺമെൻറ് ആവശ്യപ്പെടുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും, സ്റ്റേറ്റ് ഗവൺമെൻറ് ആവും, ചിലപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആവും ആവശ്യപ്പെടുന്നുണ്ടാവുക. അപ്പോൾ ഈ ഡാറ്റകൾ പാസ് ചെയ്ത് കൊടുക്കുക. പ്രൊമോട്ട് റിപ്പോർട്ടിംഗ് ബൈ ഓൾ ഹെൽത്ത് റിലേറ്റഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസ്റ്റിറ്റ്യൂട്ട്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഓരോ അസുഖങ്ങൾ വന്നിട്ടുള്ള ആൾക്കാർ എത്ര പേരുണ്ട്, ലക്ഷണങ്ങൾ കൂടുതലായിട്ട് കണ്ട എത്ര പേരുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഇൻഫോർമേഷൻസും കൃത്യമായിട്ട് കീപ്പ് ചെയ്ത് വയ്ക്കുക. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഫങ്ഷനിങ് ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ സിസ്റ്റം, അതിൻ്റെ ഫങ്ഷൻസ്, ഇങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫസ്റ്റ്, ഇൻഫോർമേഷൻ റെഡിലി അവൈലബിൾ വെൻ റിക്വസ്റ്റഡ് ആൻഡ് റിക്വയർഡ്, ആവശ്യമുള്ള സമയത്ത് ഒരു ഡാറ്റയും അപ്പം തന്നെ നമുക്ക് അവൈലബിൾ ആവുന്നു, അറ്റ് എ ടൈം നമുക്ക് അവൈലബിൾ ആവുന്നു. പോളിസി മേക്കേഴ്സ് ആൻഡ് മാനേജേഴ്സ് ഓഫ് പ്രോഗ്രാംസ് യൂസ് ദ ഇൻഫോർമേഷൻ ഫോർ ദ ഹെൽത്ത് ഡെവലപ്മെൻറ്റ് പ്ലാനിങ്, അതായത് പുതിയ പ്ലാനിങ്ങും ഡെവലപ്മെൻറ്റ് പ്ലാനിങ്ങും ഇംപ്ലിമെൻറ്റേഷനും ഒക്കെ അത് നടപ്പിലാക്കാനൊക്കെ ആയിട്ട് പോളിസി മേക്കേഴ്സിന്, ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായ വിവരങ്ങൾ കിട്ടുന്നു. ഇപ്പോൾ മെഡിസിൻസ് ഒക്കെ കൊടുക്കുമ്പോൾ, വാക്സിനൊക്കെ കൊടുക്കുന്ന സമയത്ത് എത്ര കുട്ടികളുണ്ട്, ഇത്ര ഏജിന് മേലെയുള്ള എത്ര ആൾക്കാരുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി കഴിഞ്ഞാൽ അതിനുള്ള വാക്സിൻ നമുക്ക് റെഡിയാക്കിയതിന് ശേഷം അത് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കുന്നു. റിസോഴ്സ് മൊബിലൈസേഷൻ ആൻഡ് അലോക്കേഷൻ, once data is readily available it is easy to
പ്രൊജക്റ്റ് ദ റിക്വയർഡ് റിസോഴ്സസ്, എക്സ്ട്രാപൊളേറ്റിംഗ് ഫ്രം ദ പാസ്റ്റ് ട്രെൻഡ്. പിന്നെ പഴയ ട്രെൻഡ്സ് അനുസരിച്ച്, പണ്ടത്തെ രീതികളനുസരിച്ച് നമുക്ക് ആവശ്യമായ വിവരങ്ങൾ കളക്ട് ചെയ്യാനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. മോണിറ്ററിംഗ് ട്രെൻഡ് ഡിസീസ് സർവൈലൻസ് ഈസ് ഫങ്ഷണൽ ആൻഡ് ഇറ്റ്സ് ഈസി ടു പ്രിഡിക്റ്റ് ദ ഒക്കറൻസ് ഓഫ് എപ്പിഡെമിറ്റിക് ഡിസീസ്. പിന്നെ അത് ഏതൊക്കെ ഏരിയയിലാണ് കവർ ചെയ്യുന്നത്, സർവൈലൻസ് എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റപ്പെട്ട് കിടക്കുന്നത് എവിടെയൊക്കെയാണ്, പിന്നെ ഈ എപ്പിഡെമിക്കൊക്കെ ആകുമ്പോൾ എങ്ങനെയാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്, ഏതൊക്കെ ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പോൾ നിപ്പ വരുന്നത് എന്തെന്നാണ്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മാക്സിമം പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. Then problem and gap identification, various department and institution become part of the system. പ്രോബ്ലംസ് അതുപോലെ തന്നെ ഗ്യാപ്പ് ഐഡൻറ്റിഫിക്കേഷൻ, ഏത് ഏരിയാസിലേക്കാണ് ഇത് കൃത്യമായിട്ട് ചെല്ലാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഗ്യാപ്പൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്നു. ദ വർക്ക് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സ്റ്റാഫ് ആൻഡ് ഇൻവോൾവ് ഇൻ ദ സിസ്റ്റം അപ്രീഷിയേറ്റഡ് ആൻഡ് റെക്കഗ്നൈസ്. ഏതൊക്കെ വർക്കുകൾ ആർക്കൊക്കെയാണ് ഏൽപ്പിച്ച് കൊടുക്കുന്നത്, ഡ്യൂട്ടീസ് ഏൽപ്പിച്ച് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അഡ്ഹോക്ക് സർവേ ആൻഡ് കൺസൾട്ടൻസ് ആർ അവോയ്ഡഡ്. അപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് ഒരു സർവേ നടത്തുക അതൊക്കെ നമുക്ക് ആവശ്യമില്ല മുൻകൂട്ടി ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. ഡിസിഷൻസ് മേക്കിംഗ് ആൻഡ് പ്രിയോറിറ്റി സർവീസ് സെറ്റിംഗ്, അതായത് നമുക്ക് മുന്നേ തന്നെ ഡിസിഷൻസ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓപ്പറേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ബിക്കം ഈസി ആൻഡ് ഏബിൾ ടു ക്വിക്ക് റിട്രൈവൽ ഓഫ് ദ എവിഡൻസ് ഇൻ പ്രാക്ടീസ്. അതായത് പെട്ടെന്ന് അതിനായിട്ടുള്ള റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യാനും ട്രെയിനിങ് കൊടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കുന്നു. മോണിറ്ററിങ് ഇവാലുവേഷൻ ഓഫ് പ്രൊജക്റ്റ് ആൻഡ് പ്രോഗ്രാം വിൽ ബി മെയ്ഡ് ഈസിയർ. നമുക്കത് പരിശോധിക്കാനും വിലയിരുത്താനും ഒക്കെ ആയിട്ട് എളുപ്പത്തിൽ കറക്റ്റീവ് മെഷേഴ്സൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. ഡോണർ ഇൻഫ്ലുവൻസ് ഹെൽത്ത് ഇൻഫർമേഷൻ ഓൾസോ പ്രൊവൈഡേഴ്സ് സർവീസ് ഓഫ് റിവ്യൂസ്, അതായത് ഇൻഫ്ലുവൻസിങ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം. ആ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം ത്തിൻ്റെ ഡോണേഴ്സ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളും വീണ്ടും റിവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരിക്കൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതാണ് മെയിനായിട്ട് ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ഓക്കെ, താങ്ക് യു.